ഞാനിന്ന് തയ്യാറാക്കിയിരിക്കുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഈ വേനൽക്കാലത്താണെങ്കിലും ഈ നെല്ലിക്ക സീസണിൽ നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയിരിക്കുന്നത് എന്നുള്ളത് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് വേണ്ടിയിട്ട് 3 നെല്ലിക്ക ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് ജ്യൂസിന് വേണ്ടിയിട്ട് 3 നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നെല്ലിക്ക എന്ന് പറയുന്നത് ഒരുപാട് ഗുണങ്ങളുള്ളതാട്ടോ. രോഗപ്രതിരോധ ശക്തി കൂട്ടാനും വിറ്റാമിൻ സിയുടെ ഒരു കലവറ തന്നെയാണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത്. അപ്പോൾ ഈ സീസൺ ടൈമിനായതുകൊണ്ട് തന്നെ നമുക്ക് ഓരോന്നൊക്കെ ദിവസം കഴിക്കുന്നത് നല്ലതാട്ടോ. ആരോഗ്യത്തിന് നല്ലൊരു സംഭവം തന്നെയാണ് ഈ നെല്ലിക്ക. അപ്പോൾ ഞാനിതുപോലെ എല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിത് മധുരത്തിന് ആവശ്യമുള്ള ഈത്തപ്പഴം എടുക്കുന്നുണ്ട്. ഒരു 3 ഈത്തപ്പഴം ഞാൻ എടുത്തിട്ട് ഇതുപോലെ കുരു കളഞ്ഞതിന് ശേഷം ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. സോഫ്റ്റ് ആയിട്ടുള്ള ഈന്തപ്പഴം ആയതുകൊണ്ടാട്ടോ അങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ കുറച്ച് ഹാർഡായിട്ടുള്ളതാണെങ്കിൽ ഒരു മണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് കുതിർന്നതിന് ശേഷം കുരു കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടി ഒന്ന് ഹെൽത്തി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈന്തപ്പഴത്തിന് പകരം പഞ്ചസാരയാണെങ്കിലോ അല്ലെങ്കിൽ തേനാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈന്തപ്പഴം ആകുമ്പോൾ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റി ആയി കിട്ടിക്കോളും. ഷുഗർ പേഷ്യൻസിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് അടിച്ചെടുക്കാം. ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. നല്ല രീതിയിലൊന്ന് അരഞ്ഞ് കിട്ടണല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പഞ്ചസാരേൻ്റെ കാര്യമൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. മധുരമൊക്കെ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത്രയും ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഈന്തപ്പഴം 3 അളവ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മധുരമൊന്നുമില്ല, നോർമലായിട്ട് തന്നെയാണ് ഉള്ളത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈന്തപ്പഴം ഒരു 2-3 കൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. തേനാകുമ്പോൾ കുറച്ചുകൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ നെല്ലിക്കയുടെ ചവർപ്പൊന്നും ഉണ്ടാവില്ല, നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ദിവസം നമ്മൾ രാവിലെ സമയത്തൊക്കെ നമ്മൾ ഓരോ ഗ്ലാസ് ഈ ഒരു ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാട്ടോ. ഹെൽത്തിന് നല്ലൊരു സംഭവം തന്നെയാണിത്. അപ്പോൾ ഈ സീസൺ ആകുന്ന സമയത്ത് നെല്ലിക്കേൻ്റെ സീസണാണല്ലോ അപ്പോൾ ഇത്. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ ഞാനത് ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ നല്ല രീതിയിലൊന്നും അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് അരിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 2 ഗ്ലാസ് വെള്ളത്തിനുള്ള ജ്യൂസാണ് തയ്യാറാക്കി എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ അരിച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ബാക്കിയുള്ള ഈ നാരുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഒന്നുകൂടി ഒന്നങ്ങ് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. പഞ്ചസാരയാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ബാക്കി ഒരു ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ല രീതിയിൽ ഒന്നും കൂടെ അടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അങ്ങ് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ തരികളൊന്നും ഇല്ലാതെ നമുക്ക് സ്മൂത്തായിട്ട് ഈ ഒരു ജ്യൂസ് കുടിക്കാനായിട്ട് കഴിയും. അപ്പോൾ ഷുഗർ പേഷ്യൻസൊക്കെ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല കിടിലൻ ടേസ്റ്റുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആ തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാനിതാ 2 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇപ്പോൾ നല്ല ലൂസായിട്ടുള്ളൊരു ജ്യൂസ് തന്നെയാണിത്. അപ്പോൾ ഒന്നുകൂടി തണുത്ത് ഡ്രിങ്കാണ് കഴിക്കുന്നതെങ്കിൽ തണുപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ഐസ് ക്യൂബ്സ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല, അല്ലാതെ തന്നെ നമുക്ക് കുടിക്കാനായിട്ട് കഴിയും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡ്രിങ്ക് തന്നെയാണിത്. അപ്പോൾ നമുക്ക് ഇതിനേക്കാളും നല്ല കിടിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക്